എങ്ങനെയുണ്ടെന്ന് നോക്ക് കഴിച്ചിട്ടും കഴിച്ചിട്ട് പറ. സൂപ്പർ എന്നാ പറഞ്ഞത്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? സൂപ്പറാ. ഇതെല്ലാം കഴിച്ച് തീർക്കോളൂ. ഓക്കെ, മീമൻ തുടങ്ങിട്ട്. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഒന്നുമില്ല, തലശ്ശേരി ദം ബിരിയാണി ഒന്ന് ട്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇന്നലെ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ ഞാനും എതിലും ഇങ്ങനെ ചുമ്മാ ഇൻസ്റ്റഗ്രാം റീൽസൊക്കെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞത് കൊണ്ടാണെന്ന് തോന്നുന്നു, ഫുൾ ബിരിയാണീൻ്റെ ഒരു വീഡിയോസൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പോൾ ഇവള് ഇങ്ങനത്തെ ഫുഡ് കുക്കിംഗ് വീഡിയോസ് എന്തെങ്കിലും കാണുമ്പോൾ അപ്പം പറയും എന്തെങ്കിലും ഉണ്ടാക്കാൻ പോവാന്ന്, ഉണ്ടാക്കിത്താ എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ട്രൈ ചെയ്യാമെന്ന്. ഭയങ്കര കണ്ടപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നി. അപ്പോൾ വാ നമുക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് ഇൻ കേസ് എന്തെങ്കിലും ഫ്ലോപ്പ് ആയിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് എടുക്കുന്നുള്ളൂ, കുറച്ച് ചിക്കൻ മാത്രമേ എടുക്കുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് നോമ്പാണ്, അതുകൊണ്ട് ഞാനും ഞങ്ങൾക്ക് 3 പേർക്ക് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഞാൻ അത്യാവശ്യം കനമുള്ളൊരു ചട്ടിയാണ് എടുത്തിരിക്കുന്നത് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി. ഇതിലേക്ക് നമ്മൾ മെയിനായിട്ട് ഗീ അധികം ഒഴിച്ചു കൊടുക്കും. നമ്മളൊരു അടി കനമുള്ള ചട്ടി എടുത്തിട്ട് കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് പേര് ഗീൻ്റെ കൂടെ വെളിച്ചെണ്ണയൊക്കെ മിക്സ് ചെയ്യുന്നുണ്ട്, എനിക്കത് ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ വെറും ഗീ മാത്രമാണ് കേട്ടോ ബിരിയാണിക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗീ എടുത്ത് അതിലേക്ക് 2 ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബേ ലീഫ് ഇഷ്ടമുള്ളവർക്കിടാം, ഓപ്ഷണലാണ്. പിന്നെ കറുവപ്പട്ട, പിന്നെ ഏലക്ക. ഇതും എനിക്ക് ഓവർ കുത്തുന്ന സ്മെല്ല് ഇഷ്ടമല്ലാത്തതുകൊണ്ട് കുറച്ച് എടുക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാൻ ഇടണം. അത്യാവശ്യം ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഇത് ഫ്രൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വെള്ളം ഫുള്ളായിട്ട് ഡ്രെയിൻ ആവുന്നത് വരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ പൊതുവെ ഈ ഒരുപാട് പേര് ക്യുക്കായിട്ടൊക്കെ ചെയ്യില്ലേ, ഇങ്ങനെ സവാള അധികം ഫ്രൈ ആവാൻ മുമ്പൊക്കെ തക്കാളിയൊക്കെ ഇട്ടിട്ട് മസാല റെഡിയാക്കും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ മസാല റെഡിയായി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വെള്ളം വരും, പെട്ടെന്ന് ബിരിയാണി കേടാവാനൊക്കെ സാധ്യതയുണ്ട്, പിന്നെ ടേസ്റ്റും കുറവായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ ഒരു കുറച്ച് ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, ഗ്രീൻ ചില്ലി ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിട്ട് കൊടുത്തിട്ട് കുറച്ച് പച്ചമണം മാറുന്നത് വരെ ഇത് വീണ്ടും ഒന്ന് ഫ്രൈ ചെയ്ത് സ്റ്റിർ ചെയ്യാം. കുറച്ച് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഇത് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ചട്ടിയിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ മാറിക്കഴിഞ്ഞാൽ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ 3 സവാളയാണ് എടുത്തിരിക്കുന്നത്, 2 ടൊമാറ്റോസും. അപ്പോൾ അത് നല്ലോണം ആവുന്നത് ആ ഒരു ഗ്യാപ്പിൽ മസാല ആഡ് ചെയ്യാം. മസാല ഇതിലേക്ക് അധികം മസാലാസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. പിന്നെ ആ ഒരു ഇത് വേവാൻ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഉപ്പ് ഇടാൻ മറന്നു പോയതാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ പറഞ്ഞു തന്നത് ഓവർ മസാലാസ് ഒന്നും ഇടാത്തതാണ് നല്ലത്. കുറച്ച് കാര്യം ചിക്കൻ്റെ ടേസ്റ്റും ഈ സവാളൻ്റെ ഒക്കെ ടേസ്റ്റാണ് ഇതിൻ്റെ മെയിൻ. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ കുറച്ച് ഫ്രൈ ആയതുകൊണ്ട് തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉപ്പും മഞ്ഞളും ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ മസാല ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിലേക്ക് ആദ്യം ആഡ് ചെയ്യുന്നത് മല്ലിപ്പൊടി, ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, ചിക്കൻ മസാല, പിന്നെ കുറച്ച് ഒരു നുള്ളു മഞ്ഞൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നാലും. പിന്നെ നമ്മൾ മെയിനായിട്ട് ആഡ് ചെയ്യുന്നത് കൊറിയൻഡർ ലീഫും പിന്നെ പുതിനയിലയുമാണ്. അത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ബേസ് മസാല. ഇതിൻ്റെ ഒരു ഫ്ലേവറിൽ വേണം ഇത് വേവാൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കേർഡ് ഇടാൻ മറന്നുപോയി. അങ്ങനെ കേർഡ് ഒരു 2-3 സ്പൂൺ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ചെറിയ ലൈറ്റായിട്ട്, ഭയങ്കര പുളിയുള്ള കേർഡല്ല, അതുകൊണ്ടാണ് ഞാൻ 3 സ്പൂൺ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് ഇനി ചിക്കനിൽ നിന്ന് എന്തായാലും വെള്ളം വരും, നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കനല്ല യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ അത് ആ ഒരു വെള്ളമൊക്കെ വന്നിട്ട് ഇതൊന്ന് വറ്റി വരുന്നത് വരെ നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ച് കൊടുക്കാം. ഇപ്പോൾ മസാല ആൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്.
ഇത് ഈ ഒരു ഇതിൽ ഞാൻ വിടുന്നുണ്ട്. കാര്യം നമ്മൾ ഇതിലേക്ക് സ്റ്റീം ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇനി നമ്മൾ റൈസ് എടുക്കുന്നത് കൈമ റോസ് എന്ന് പറഞ്ഞിട്ടുള്ള റൈസാണ്. കൈമ റോസിനൊരു ബിരിയാണീൻ്റെ സ്മെല്ലൊക്കെ തന്നെ ഉണ്ടാവും. സോ ഞാനൊരു 2 കപ്പ് അല്ലെങ്കിൽ 3 കപ്പ് അരിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള റൈസാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതിലേക്ക് ദമ്മിട്ട് കൊടുക്കും. ഞാനത് അബദ്ധത്തിൽ വീഡിയോ ഓൺ ചെയ്യാൻ മറന്നു. ഇനി ഇതിൻ്റെ മേലെ ഇത് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഗീ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഗീ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ അത്യാവശ്യം ഗീ ഇട്ടാലും കുഴപ്പമില്ല. കാരണം ഗീ ആയതുകൊണ്ട് ഹെൽത്തിയുമാണ്. നമ്മുടെ റൈസിനെ ഭയങ്കരമായിട്ട് സോഫ്റ്റും ചെയ്യും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഗീയൊക്കെ ഇട്ടതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ കുത്തി കൊടുക്കും. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആ ഫ്ലേവർ ഉള്ളിലേക്ക് റൈസിലേക്ക് പിടിക്കാനെന്ന് പറഞ്ഞിട്ടുണ്ട് ഉമ്മ എപ്പോഴും ചെയ്യുന്ന കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യും. എന്നിട്ടാണ് നമ്മൾ സ്റ്റീം ചെയ്യുന്നത്. പക്ഷേ എനിക്ക് സ്റ്റീം ചെയ്യുന്ന പാത്രം സംഭവം അധികം ഒരു വശമില്ലാത്തതുകൊണ്ട് ഞാനൊരു ഇതിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുന്നേ ഉള്ളൂ. അപ്പോൾ സ്റ്റീം ചെയ്ത് ഒരു 10 മിനിറ്റ് വിട്ടതിന് ശേഷം അത് കഴിഞ്ഞിട്ടും 1 അവർ ഞാൻ എടുക്കാണ്ട് സ്റ്റൗവിൽ തന്നെ വിട്ടിട്ടുണ്ടായിരുന്നു. ആ ഫ്ലേവേഴ്സൊക്കെ ഒന്ന് റൈസിൽ ശരിക്ക് വരാൻ വേണ്ടി. അപ്പോൾ ഒരു സെർവിങ് ബൗളിലേക്ക് വേണ്ടി സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിപ്പോൾ അത് മാറ്റുന്നുണ്ട്. നല്ല ഒരു സ്മെല്ലുണ്ട് കേട്ടോ. ഈ മസാലയുടെ ഒരു ഭയങ്കര കുത്തുന്ന സ്മെല്ലോ ഒന്നുമല്ല, ഭയങ്കര ലൈറ്റായിട്ടുള്ള മസാല ടേസ്റ്റ് തന്നെ എനിക്ക് സ്മെല്ല് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ 2 ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത് പിന്നെ എദിലിൻ ബേബി അവളും ഉണ്ടെന്ന് പറഞ്ഞു ടേസ്റ്റ് ചെയ്യാൻ. കഴിക്കുമെന്ന് അറിയില്ലെങ്കിലും അവൾക്കൊരു ചെറിയ സെറ്റ് കൂടി കൊടുത്താൽ ആളെ ഹാപ്പിയാവും. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് അതേപോലെ ചെയ്യണമെന്നാണ് ഇപ്പോഴത്തെ വാശി. അപ്പോൾ അവൾക്ക് ഈ ഒരു ചെറിയ ബൗളിൽ കുറച്ച് സെറ്റ് ചെയ്യുന്നു. ഞാൻ പിന്നെ ഫോട്ടോ എടുക്കാനും ഗാർണിഷ് ചെയ്യാനും ഉള്ള ഭംഗിക്ക് വേണ്ടി ഞാൻ ഈ ഒരു വുഡൻ ബൗളിൽ എടുക്കുന്നുണ്ട്. പിന്നെ ഇത് എദിലിൻ ബേബിക്ക് ഇവൾക്ക് വലിയ പ്ലേറ്റ് കൊടുത്തില്ലെങ്കിൽ അവൾ അവിടെയൊക്കെ തറ നാശമാക്കും. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ബിരിയാണീൻ്റെ ഒരു ലുക്ക് എന്ന് പറയുമ്പോൾ. ഇല്ല ഇത് പ്ലീസ് 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 ഇത് കഴിച്ചു. അപ്പോൾ ഇത് ടേസ്റ്റ് നോക്കാൻ ഇത് റെഡി ആയിട്ടുണ്ട്. എദിലിനുണ്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്ക്. കഴിച്ചിട്ട് പറ. സൂപ്പർ എന്നാ പറഞ്ഞത്. എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട്? സൂപ്പറാ. ഇതെല്ലാം കഴിച്ച് തീർക്കോളൂ. ഓക്കെ മീമൻ തുടങ്ങിട്ട് കഴിക്കട്ടെ. വാവ് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട്? സൂപ്പർ. വേഗം തന്നെ കിട്ടുന്നില്ലല്ലോ. ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയാണ് ഈ പ്ലേറ്റ് എടുത്ത്. കഴിക്കാൻ സൗകര്യം പ്ലേറ്റാണ്. പ്രതീക്ഷിച്ച പോലെയല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അടിപൊളിയില്ലേ ഇതിൽ? ഇതിൻ്റെ ഇഷ്ടമായി. അപ്പോൾ എന്തായാലും ഞാൻ ഈ സൗണ്ട് ഡിസ്റ്റർബ് ആവുമെന്ന് വിചാരിച്ച് ഫാനൊക്കെ ഓഫ് ചെയ്തിട്ടാണ് വീഡിയോ എടുക്കുന്നത്. എന്തായാലും കഴിക്കട്ടെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ്, ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റി. പ്രതീക്ഷിച്ച പോലെ ഒന്നുമല്ല, അടിപൊളി. സോ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ആൻഡ് ടേക്ക് കെയർ. I was not in the